എല്ലാവർക്കും മൾബറി ബുട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ തന്നെ ചെയ്തെടുത്തേക്കുന്ന 2 കുർത്തിയാണ്. ഒത്തിരി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ 2 കുർത്തി മാത്രമേ ഉള്ളൂ. സെയിം പാറ്റേൺ ആണ്, പ്രിന്റിലും കളറിലുമാണ് വ്യത്യാസം ഉള്ളൂ. അതിൽ ആദ്യത്തെ കുർത്തി പിന്നെ ഇട്ടിരിക്കുന്ന ഈ സെയിം കുർത്തിയാണ്. ഇതിന്റെ ബേസ് കളർ വന്നേക്കുന്ന നല്ലൊരു പൗഡർ ബ്ലൂ ആണ്. അതിലേക്ക് ഒരു പീച്ചിന്റെ അതുപോലെ ഒരു പേസ്റ്റൽ ഗ്രീനിന്റെയും കൂടെ പ്രിന്റാണ് വന്നേക്കുന്നത്. നല്ല ചെറിയ പ്രിന്റുകളാണ് വന്നേക്കുന്നത്. സ്ലീവ്സിലേക്ക് നമ്മളൊരു ലേസ് ആട്ടോ കൊടുത്തേക്കുന്നത്. ഒരു പീച്ച് കളറിന്റെ ലേസ് ആണ് കൊടുത്തേക്കുന്നത്. കുറച്ച് വീതി തന്നെയാണ് ഈ ലേസ് കൊടുത്തേക്കുന്നത്. ഈ ഭാഗത്ത് ഒരു വി നെക്കാണ്. ഈ ഭാഗത്ത് കുറച്ച് പോട്ട്ലി ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഈ ലേസിൽ കണ്ടോ, ഇതിൽ കാണാമല്ലോ ചെറിയൊരു കളർ വേരിയേഷൻ കണ്ടോ. പക്ഷെ അതൊന്നും നമ്മുടെ കുർത്തിയുടെ ഭംഗിനെ ഒട്ടും ബാധിക്കുന്നതല്ല കേട്ടോ. അത് ഇതിൽ തന്നെ ഈ റോളിൽ അങ്ങനെ ഉള്ളതാണ്. ചിലതിൽ കുറച്ച് കളറിന്റെ ഒരു ഡിഫറൻസ് കാണും, എല്ലാത്തിലും ഒന്നും ഇല്ലതാനും. പക്ഷെ അതൊന്നും ഒരു ഡാമേജ് ഒന്നും ആയിട്ട് നിങ്ങൾ വിചാരിക്കരുത്. ഇത് അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ കുർത്തി വന്നേക്കുന്നത്. ഇതിന്റെ എല്ലാ സൈസും സ്മോൾ മുതൽ എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ കുർത്തി വന്നേക്കുന്നത്. ഇതാണ് പ്രിന്റിന്റെ ഒരു ക്ലോസർ റിവ്യൂ വന്നേക്കുന്നത്. ഇതിന്റെ പ്രിന്റുകളൊക്കെ കണ്ടല്ലോ, നല്ല ചെറിയ പ്രിന്റുകളാണ്. അതുപോലെ ഒരു ലൈറ്റ് ആയിട്ട് വന്നൊരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ. പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കുർത്തിയാണിത്. സ്ലീവ്സിൽ കണ്ടത് ഇങ്ങനെ ഒരു ലേസാണ് വന്നേക്കുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ. ഇതിന്റെ നെക്ക് കണ്ടോ, ഒരു വി നെക്ക് വന്നിട്ട് ഈ ഭാഗത്ത് കുറച്ച് പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ സ്ലിറ്റുള്ള കുർത്തിയാണ്. ലൈനിങ് ഇല്ലാതെയാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇതാണ് അടുത്ത കുർത്തി വന്നേക്കുന്നത്. ഇതിന്റെ ബേസ് കളർ നല്ലൊരു യെല്ലോ ആണ്. അതിലൊരു ഓഫ് വൈറ്റിന്റെ കളർ മാംഗോ പ്രിന്റ് ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ കളറുമാണ്. അതിൽ സ്ലീവ്സിൽ കണ്ടോ നല്ലൊരു ലേസ് നമ്മൾ വെച്ചേക്കുന്നത്. നെക്ക് വി നെക്കാണ്. ഈ ഭാഗത്ത് കുറച്ച് പോട്ട്ലി ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ ഒന്ന് കാണാം. ഇതാണ് കുർത്തി വന്നേക്കുന്നത്. ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് ഇട്ടും ചെയ്യാം കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക് ആണ്, എന്നാൽ ഒത്തിരി കട്ടിയില്ല. പക്ഷെ നമുക്ക് ഈ പ്രിന്റിങ്ങനെ വന്നേക്കുന്നതുകൊണ്ട് സീത്രൂ ഒന്നും അല്ല. ഇപ്പൊ ജസ്റ്റ് ഒരു ഷെമ്മിയൊക്കെ ഇട്ടാലും കുഴപ്പമില്ല. ഇനി അതല്ല ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് ഇട്ടാലും ഒത്തിരി ഹെവിനെസ് തോന്നുന്ന ഒരു ഫാബ്രിക് അല്ല കേട്ടോ. അപ്പൊ ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ലൈനിങ് ഇട്ടും ചെയ്ത് തരാം. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറും പ്രിന്റും ആണ്, മാംഗോ പ്രിന്റ് ആണ്. സ്ലീവ്സിൽ കണ്ടോ ഒരു ലേസാ വെച്ചേക്കുന്നത്. അതുപോലെ ബീനെക്ക് പാറ്റേണിൽ ഈ ഭാഗത്ത് കുറച്ച് പോട്ട്ലി ബട്ടൺസും കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതാ ഇങ്ങനെ വരും. സ്ലീവ് 3/4 ആണ്. സ്ലീവ്സിന്റെ എൻഡിൽ കണ്ടോ അതാ ഇങ്ങനെ ഒരു ലേസ് ആണ് വെച്ചേക്കുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ പാറ്റേണിൽ ലൈനിങ് ഇല്ലാതെ ചെയ്തേക്കുന്ന കുർത്തിയാണ്. ഇതിന്റെയും എല്ലാ സൈസും അവൈലബിൾ ആണ്. പ്രൈസ് 650. ഇനി നമുക്ക് ഇതിന്റെ കൂടെ പെയർ ചെയ്യണമെങ്കിൽ ഒരു ബോട്ടം ഞാൻ കാണിക്കാം, അതുപോലെ ദുപ്പട്ടയും കാണിക്കാം. ഇതെല്ലാം സെപ്പറേറ്റ് ആണ് കേട്ടോ, ഒന്നിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനൊരു ഓഫ് വൈറ്റ് കുർത്തിക്ക് ഒരു ബോട്ടം കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റിയില്ല. ആ ഒരു ബോട്ടമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കളറിന്റെ ഒക്കെ കൂടെ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതൊന്നും പെയറല്ല കേട്ടോ, എല്ലാം സെപ്പറേറ്റ് ആണ്. ടോപ്പ് തനിച്ചെടുക്കാം, ബോട്ടം തനിച്ചെടുക്കാം, അതുപോലെ ദുപ്പട്ട വേണമെങ്കിൽ തനിയെ എടുക്കാം. അപ്പൊ ഞാൻ ഇതിനോട് മാച്ച് ആയതുകൊണ്ട് ഇതിന്റെ കൂടെയും കാണിക്കുന്നു മാത്രം. ഇതാണ് ഇതിന്റെ കൂടെ ഇടാൻ പറ്റുന്ന ബോട്ടം. കണ്ടോ നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ബോട്ടമാണ്. ഇതിന്റെ സ്റ്റഫ് കാണാമല്ലോ, നല്ല കോട്ടൺ ആണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ബാക്ക് സൈഡിൽ ഇങ്ങനെ എലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പടിയാണ് വെച്ചേക്കുന്നത്. 2 സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. താഴ്ഭാഗത്ത് ഇങ്ങനെ ചെറിയ വെക്കുന്നത്. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ബോട്ടം ആയിരിക്കും കേട്ടോ ഇത്. അപ്പൊ ഈ ടോപ്പിന്റെ കൂടെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ടോപ്പ് ബോട്ടം ഇതാ ഇങ്ങനെ വരും. ഇതിനോടൊപ്പം ദുപ്പട്ട വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദുപ്പട്ടയും കൂടെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ളൊരു ഓഫ് വൈറ്റ് കളറിൽ 4 സൈഡ്സിലും ഇതുപോലെ ലേസ് വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. അതുപോലെ ഓൾ ഓവർ ഇങ്ങനെ മെഷീൻ എംബ്രോയിഡറി സീക്വൻസ് വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇതാണ് ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. കാണാമല്ലോ, ഇങ്ങനെ ഫുൾ മെഷീൻ എംബ്രോയിഡറി അതുപോലെ സീക്വൻസ് വർക്കാണ് ഇതിൽ വന്നേക്കുന്നത്.
നല്ല ലെങ്ത് വിട്ടുള്ള ദുപ്പട്ടയാണ്. നമുക്ക് ഇങ്ങനെ ഒരു ദുപ്പട്ട കയ്യിലുണ്ടെങ്കിൽ മൾട്ടി പർപ്പസ് ആണ്. പലതിന്റെയും കൂടെ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ദുപ്പട്ട അതെങ്ങനെ വരും. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഫുൾ സെറ്റ് ആയിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. ടോപ്പിന്റെ പ്രൈസ് വന്നേക്കുന്നത് 650 ആണ്. ബോട്ടത്തിന്റെ പ്രൈസ് വന്നേക്കുന്നത് 499. ദുപ്പട്ടയുടെ പ്രൈസ് 599. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ എടുക്കാം. ഫുൾ സെറ്റ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. വീഡിയോ കാണുമ്പോൾ കളറിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യണം. അതുപോലെ വാഷ് കെയർ എടുത്ത് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത കളക്ഷൻസിലൊക്കെ വീണ്ടും കാണാം.